ഹലോ, നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കൃത്യം ഒരു മാസം കഴിഞ്ഞാലോ. അപ്പോൾ ഒരു മാസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ശ്രമിക്കാം കേട്ടോ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും പൊന്നും കൂടെ ആറന്മുള അമ്പലത്തിൽ വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആരെവിടെ പോയാലും സിംബയാണ് കൊണ്ടുവിടുന്നതും സിംബയ്ക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും സിംബയാണ് നമ്മളെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നത്. അവൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അന്ന് കാവൽ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങളവന് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ 2 ആയപ്പോഴത്തേക്കും വള്ളസദ്യയൊക്കെ കഴിഞ്ഞു. ഇന്ന് ഒക്ടോബർ 3. അപ്പോൾ ഇനിയും നമ്മൾ പോയ വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ 22-ാം തീയതിയാണ് വള്ളസദ്യ കഴിക്കാൻ വേണ്ടി പോയത്. നമ്മൾ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി, എവിടെയാണ്, കാണാനില്ലല്ലോ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചെറിയ ചെറിയ തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ നിന്ന് പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇനി എന്തായാലും കൃത്യമായിട്ട് വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കും. ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല, ശ്രമിക്കും കേട്ടോ. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വലിയ ശല്യമൊന്നും ഇല്ലാത്തൊരു ചാനലാണ് കേട്ടോ. വല്ലപ്പോഴും ഒരു വീഡിയോ ഇടും, വല്ലപ്പോഴും നിങ്ങൾ കാണുക, വല്ലപ്പോഴും ലൈക്ക് ചെയ്യുക, വല്ലപ്പോഴും കമൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല, വലിയ ശല്യമില്ലാത്ത വീഡിയോ ആണ്, ഇപ്പോഴേ പറയുകയാണ്. അപ്പോൾ കാണുന്നവർ ഒക്കെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ട് നമുക്ക് വള്ളസദ്യ നടക്കുന്നത്, നമുക്ക് ഇപ്രാവശ്യം കൂപ്പൺ കിട്ടിയത് സത്രക്കടവിലാണേ. പക്ഷേ നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് സത്രക്കടവിലേക്ക് പോകാനുള്ള സമയമില്ല. എന്നാൽ പോലും നമ്മൾ അമ്പലത്തിൽ നട വരെ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം തൊഴുതിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് സദ്യ തുടങ്ങാനുള്ള സമയമാവും. പോയി ക്യൂ നിൽക്കണം, അറിയാമല്ലോ. നമ്മൾ കൂപ്പണൊക്കെ വെച്ചിട്ട് ക്യൂ നിന്നിട്ടാണ് സദ്യക്ക് കയറുന്നത്. അപ്പം അതുകൊണ്ട് ഇനിയും തൊഴുതിറങ്ങാൻ ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുമായിരുന്നു നമ്മൾ പോയ ദിവസം. അപ്പോൾ പോലീസും നല്ല തിരക്ക്, ക്യൂ ഒക്കെ അവർ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന സമയത്ത് ഇറങ്ങാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒന്ന് തൊഴുതിന് ശേഷം നമ്മൾ സത്രക്കടവിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് അത്ര വലിയ പരിചയമൊന്നുമില്ല. ആറന്മുളക്കണ്ണാടിയാണ് കേട്ടോ. ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ വഴക്ക് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ട് മാറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടശ്ശേരിമല പള്ളിയോടത്തിൻ്റെ വള്ളസദ്യയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ സത്രക്കടവിൽ വന്നപ്പോഴത്തേക്കും വള്ളം ഒക്കെ റെഡിയാക്കിയിട്ടിരിക്കുകയാണ്, പോകാറായില്ല. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ എല്ലാം ഓക്കെ ആയി. അവർ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്, വള്ളപ്പാട്ടൊക്കെ പാടി. അപ്പം ഞാനിത് 2-3 പ്രാവശ്യമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ കാണുന്നത്. എന്നാലും ആദ്യം കണ്ട പോലെ തന്നെ കൗതുകമാണ് ഇപ്പോഴും കേട്ടോ. ആ പാട്ടൊക്കെ കേൾക്കാനും ഒക്കെ ഭയങ്കര ഒരു വല്ലാത്ത ഫീലാണത്. അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങനെ വള്ളമൊക്കെ പുറപ്പെട്ടതിന് ശേഷം നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയില്ല തന്നെ പതിയെ 1-2 തുള്ളി മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. പറഞ്ഞ നേരം കൊണ്ട് ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയെന്ന് വെച്ചാൽ അതിഭീകരമായ മഴ. നമുക്ക് ഉദ്ദേശിക്കാൻ അന്നത്തെ ദിവസം അത്രയും മഴ പെയ്യുമെന്ന് വിചാരിച്ചതേ അല്ല. ഭയങ്കര കാറ്റും ആൾക്കാരെ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും പറ്റാത്ത രീതിയിൽ അതിശക്തമായിട്ടുള്ള മഴയാണ്. അപ്പം നമ്മുടെ പള്ളിയോട് കുറച്ച് ദൂരെ ആയിട്ടുള്ളൂ, പക്ഷേ അതിനെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ നല്ല മഴയായിപ്പോയി. അപ്പം നമ്മൾ അവിടെ നമ്മുടെ സദ്യ കിടക്കുന്ന ഷെഡിലേക്ക് കയറി. അകത്തേക്ക് ഇപ്പോൾ കയറാൻ പറ്റത്തില്ല, നമ്മൾ പുറത്ത് മഴയൊന്നും നനയൊന്നുമില്ല, കസേരയൊക്കെ ഉണ്ട്. അപ്പം ഞാനും പൊന്നും കൂടെ അവിടെ കയറിയിരുന്നു കേട്ടോ. ഈ ഒരു മഴ നമ്മൾ പ്രതീക്ഷിച്ചതേ അല്ല. കാരണം നല്ല തെളിഞ്ഞ കാലാവസ്ഥയും നല്ല ചൂടുമായിരുന്നു നമ്മൾ വന്ന സമയത്ത്. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ ഇങ്ങനെ ജസ്റ്റ് പോസ്റ്റായി കേട്ടോ. അപ്പോൾ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. കുറച്ച് പേരൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് അടുത്തൊക്കെ ഉള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു കേട്ടോ. കുറേ ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അക്കരെ ഒരു പള്ളിയോടം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വീഡിയോ എടുത്ത് എല്ലാം റെഡിയാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ മഴ നമ്മളെ ഭയങ്കരമായിട്ട് ചതിച്ചു കളഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അത്രയും ക്ലിയറായിട്ടേ പറ്റുന്നുള്ളായിരുന്നു. കാരണം അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. വീഡിയോയിൽ എനിക്കൊന്നും അത്രയും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എന്നാലും നല്ല കാറ്റും നല്ല മഴയും. അപ്പോൾ എന്തായാലും ക്യൂ നിൽക്കാനൊക്കെ ഉണ്ട്. ഈ നിൽക്കുന്നവരൊക്കെ പാസ്സുള്ളവരാണ് തന്നെയാണ് കേട്ടോ. പക്ഷേ ക്യൂ നിൽക്കാനൊക്കെ ഉണ്ട്. എനിക്ക് ആദ്യമേ കയറി നിൽക്കാൻ ഒരു മടി. അപ്പം ഞാനും പൊന്നും കൂടെ അവിടെ മാറിയിരുന്നു. പാലിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇനി അവരുടെ ബാക്ക് നമുക്ക് ക്യൂ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പള്ളിയോടൊക്കെ മുന്നേ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്, പാട്ടൊക്കെ പാടി. ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷേ ഈ മഴയുടെ ഈ തീവ്രത കാരണം നമുക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അതെന്താണെന്ന് വെച്ചിട്ട് നമ്മൾ ഈ നിൽക്കുന്ന ഷെഡിൻ്റെ മണ്ടയ്ക്ക് തകര ഷീറ്റാണ്. അപ്പോൾ അതിലോട്ട് ഭയങ്കര ശക്തമായിട്ട് വെള്ളം വീണിട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി വഞ്ചിപ്പാട്ട് പാടുന്ന സദ്യയുടെ ഇടയിൽ പാടുന്നത് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം എന്നേ ഉള്ളൂ. പള്ളിയോടവും ഇനി അവിടെ പോയിട്ട് വേണം വരാൻ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ക്യൂ ഒക്കെ ആയപ്പോൾ ക്യൂവിൽ കയറി നിന്നു.
അവിടെ ഒരു ചെറിയ കാന്താരിയെ കിട്ടി കേട്ടോ. കണ്ട, അവൾക്ക് ഞങ്ങളോട് വന്ന് മിണ്ടണമെന്നുണ്ട്. ഇങ്ങനെ പയ്യെ വന്ന് നമ്മളിങ്ങനെ തോണ്ടി വിളിച്ചിട്ട് അവൾ പാത്ത് കളിക്കുവാണേ. കുറേ നേരം ഇങ്ങനെയായി, ഭയങ്കര രസമാണ്. അപ്പോൾ അവൾ കണ്ട കുഞ്ഞ് ഭയങ്കര കുറേ നേരം നമ്മുടെ കൂടെയൊക്കെ ചിരിച്ച് കളിച്ചൊക്കെ നിന്ന് ലാസ്റ്റ് അവൾക്ക് വിശന്നിട്ടാണോ ഉറക്കം വന്നിട്ടാണോ അവളൊക്കെ ആകെപ്പാടെ അങ്ങ് പിന്നെ ഒരു മൂഡ് ഓഫായി മാറി കേട്ടോ. അപ്പോൾ അകത്ത് നമ്മുടെ സദ്യയൊക്കെ വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി അങ്ങ് ഇരുന്നാൽ മതി എന്നുള്ള ചിന്തയാണ്. പക്ഷേ ഇതെല്ലാം വിളമ്പി കഴിയേണ്ട ഒരുപാട് വിഭവങ്ങളില്ലേ. അപ്പോൾ നമുക്ക് അവിടെ അനൗൺസൊക്കെ ചെയ്യുന്നുണ്ട്, അതായത് പാസ്സുള്ളവർ മാത്രമേ കയറാവൂ. പിന്നെ ഈ വഴിപാടിനെക്കുറിച്ചും, അതായത് നമ്മളൊരു നേർച്ച പറഞ്ഞ് അത് നേർച്ച നമ്മുടെ എന്താ ഇഷ്ടം സാധിച്ചതിന് ശേഷം, ആഗ്രഹം സാധിച്ചതിന് ശേഷം നമ്മൾ നന്ദി സൂചകമായിട്ട് നടത്തുന്ന സദ്യയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നല്ല ക്യൂ ഇങ്ങനെ വെളിയിലേക്കൊക്കെ ആയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കെല്ലാം വിളമ്പി നമ്മൾ കയറി കേട്ടോ. അപ്പോൾ തിരക്ക് പിടിക്കേണ്ട യാതൊരു കാര്യമൊന്നുമില്ല. കാരണം ലിമിറ്റഡ് ഇത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സദ്യയാണ്, അത്രയും പാസ്സും ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ആളൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ കയറിയിരുന്നു. ഇതാ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 3ാമത്തെ തവണയാണ് സദ്യ കഴിക്കുന്നത്. എന്നാലും നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റാണ്. എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പോൾ കഴിച്ചിട്ടുള്ളവർക്കറിയാം. എനിക്ക് തോന്നുന്നു ചില വീഡിയോസിലൊക്കെ ഞാൻ കുറച്ചും കൂടെ ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്തിലാണെങ്കിൽ ഒരു നമുക്കിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ വിഭവങ്ങളുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല, നമുക്ക് വേറൊരു വീഡിയോ അതിൽ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടു. ഞങ്ങൾ കയറി ഇരുന്നപ്പോൾ മുതൽ പൊന്നു പറയുന്നുണ്ട്, അമ്മ കഴിച്ചു തുടങ്ങിക്കോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഇതെല്ലാം നുള്ളി പറക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും സദ്യ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനങ്ങനെ സദ്യ തുടങ്ങുന്നതിന് മുമ്പ് ഓരോന്നെടുത്ത് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നിട്ടും അവൾ പറഞ്ഞപ്പോൾ സത്യമാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ണിയപ്പം അതൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അതാ ഒരു ചെറിയ തുണ്ട് കരിമ്പാണ്. അപ്പോൾ വള്ളസദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ വിഭവങ്ങളുണ്ടല്ലോ. അതുകൂടാതെ ഇനിയും വഞ്ചിപ്പാട്ട് പാടി അവർ ചോദിക്കുന്ന ഓരോ വിഭവവും കൊടുക്കണം എന്നാണ്. അപ്പം ഇതാ ചെറിയൊരു ഇലയടയാണ് കേട്ടോ. ഇലയട, മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ ഇതാ എന്താ പറയുന്നത്, നമ്മുടെ ഗണപതി ഭഗവാൻ വയ്ക്കുന്ന ഒരുക്കരയും ഉണ്ട്, ത്രിമധുരം, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ വഞ്ചിപ്പാട്ടൊക്കെ തുടങ്ങി. ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ഇത് ഞാൻ കുറച്ച് ഓടിച്ചു വിടുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലെങ്തിയാണ് കേട്ടോ. നമ്മൾ ഞാൻ പ്രത്യേകമായിട്ടൊന്ന് പോസ്റ്റ് ചെയ്തേക്കാം, കാരണം ആ വഞ്ചിപ്പാട്ടുമൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് അങ്ങ് ലോങ്ങായി പോകും. നമ്മൾ ആകെപ്പാടെ 3 മിനിറ്റ് 4 മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു ആകെപ്പാടെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം മാത്രമാണ് ഇതൊരു 5-8 മിനിറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഓടിച്ചു വിടുന്നത്. എന്നാൽ നമുക്ക് ചോറ് വന്നിട്ടുണ്ട്. ചോറ്, പരിപ്പ്, നെയ്യ് ഇത്രയും കൂടെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൺട്രോൾ പോയി. ഞാൻ കഴിക്കാൻ തുടങ്ങി. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിതൊന്നും കഴിഞ്ഞ് സമയത്ത് എഴുന്നേൽക്കത്തില്ല കേട്ടോ. ബാക്കി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഓരോ പായസങ്ങളായിട്ട് വന്നു. അപ്പോൾ നമ്മൾ പ്രഥമം കഴിക്കേണ്ടത് പപ്പടവും പഴമൊക്കെ കൂട്ടിയാണല്ലോ. പിന്നെ കടല പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പഴം കൊണ്ടുള്ളൊരു പായസമാണേ, പഴം. പിന്നെ പാൽപ്പായസം. അങ്ങനെ എല്ലാം കഴിച്ചു കേട്ടോ. ഒന്നും ഞാൻ മിച്ചം വെച്ചില്ല. ഒന്നും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വഴിപാടായതുകൊണ്ടൊന്നും കഴിക്കാതെ ഇരിക്കുകയും ചെയ്യരുത്. പിന്നെ രസം, പച്ചമോര് എല്ലാം നമ്മൾ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി സത്രക്കടവിനോട് നമ്മോട് ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ പാസ് വന്ന ചേട്ടനെ ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. എന്തായാലും വിളിച്ച് പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞാണെങ്കിൽ പോലും വലുതായിട്ടൊന്നും റോഡിൽ അറിയാനേ ഇല്ല. അതിശക്തമല്ല, അത്രയ്ക്ക് ചൂടായിരുന്നു. അപ്പോൾ ഒരു ഡാമേജ് ആയിട്ടുള്ള എന്തോ ഒരു വള്ളമാണ്, അത് പണിയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ തോന്നുന്നു. നമ്മുടെ ഫ്രണ്ടിലേക്കുണ്ട്. അപ്പോൾ അത് ഇടത്തോട്ടും ഞങ്ങൾ വലത്തോട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.